ഈ വീക്കിലെ നോമിനേഷനിൽ 7 പേരാണ് വന്നിട്ടുള്ളത്. ശ്രീരേഖ, ശ്രീതു, അപ്സര, ശരണ്യ, നന്ദന, സിജോ, ജിൻഡോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ശ്രീരേഖയൊക്കെ നോമിനേഷനിൽ വന്നിരിക്കുക. എത്ര കാലം ഈ പവർ റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു അല്ലേ, ഒന്നും ചെയ്യാതെ കുറേ നാടകവും ഡ്രാമയായിട്ട്. അപ്പോൾ കുറേ സേഫ് പ്ലേയേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. ശരണ്യ വന്നിട്ടുണ്ട്, ശ്രീരേഖ വന്നിട്ടുണ്ട്, ശ്രീത്തും ഒരു സേഫ് പ്ലെയർ തന്നെയാണ്. പക്ഷേ ക്യൂട്ട്നെസ് കാരണം വോട്ട് കിട്ടുന്നു, വോട്ട് എങ്ങനെ കിട്ടുന്നു എന്നറിയില്ല. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, നന്ദനയുമുണ്ട്. ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ജിൻഡോവും സിജോവും അപ്സരയും ഒരുവിധം സേഫാണ്. ശ്രീരേഖയും നന്ദനയും പിന്നെ നമ്മുടെ ശരണ്യയും ഏറ്റവും താഴെ വോട്ടുള്ള ആൾക്കാരായിരിക്കും. ശ്രീതു കയറി പോകുന്നതാണ് തോന്നുന്നത്. നോറ ഇത്തവണ ഇല്ല, അതുപോലെ തന്നെ ജാസ്മിൻ ഇല്ല, റസ്മിനും ഇല്ല. ഇതിൽ പവർ ടീം ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരണ്യെ നോമിനേറ്റ് ചെയ്തത്. വളരെ നല്ല കാര്യം. ശരണ്യ എന്നൊക്കെ എന്ത് ചെയ്യാൻ അവിടെ ഉള്ളതെന്ന് ഒരു പിടിയുമില്ല. എടുത്ത് പുറത്തിടേണ്ട സമയം എന്നേ അതിക്രമിച്ചു. അപ്പോൾ ഇത് നമ്മൾ വ്യൂവേഴ്സിന് കിട്ടിയ നല്ല അവസരമാണ്. കാരണം സേഫ് ഗെയിമേഴ്സൊക്കെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഡബിൾ എവിക്ഷനും കൂടെ ആണെങ്കിൽ കലക്കി.